ഒരു അടിപൊളി മെഴുക്ക് വരട്ടിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സുധാമേനോൻ കേട്ടോ. അപ്പോൾ വഴുതിരിങ്ങ മെഴുക്ക് വരട്ടി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ എവിടെയെങ്കിലും നമുക്ക് പുറത്തു കൊണ്ട് വന്നു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് വരട്ടിയാണ് വഴുതിരിങ്ങ മെഴുക്ക് വരട്ടി. അതും കോവയ്ക്കും കൂടിയുള്ള മെഴുക്ക് വരട്ടിയുടെ റെസിപ്പിയാണിന്ന്. അപ്പോൾ വെൽക്കം ടു സുധാസ് വേൾഡ് ഓൾ മൈ ഫ്രണ്ട്സ്. ഹോപ്പ് യു ആർ എൻജോയിങ് മൈ വീഡിയോ. ഇതാണ് നാടൻ കായ് വഴുതിരിങ്ങ മെഴുക്ക് വരട്ടി. ഇതിലിപ്പോൾ ഒരു വലിയ നാടൻ കായാണ് ഉള്ളത്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 3 എണ്ണം, ഇതെന്താണ്, കോവയ്ക്ക, ഇതിനെന്താ ഐവി ഗാർഡ് എന്നാണ് പറയുക. ഇതിനെ ഞാനൊന്ന് നീളത്തിൽ ഇതിനെയും കൂടെ കട്ട് ചെയ്തിടാൻ പോവാണ്. എന്നിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെഴുക്ക് വരട്ടിയാണ്. ഇതിനെ ഞാൻ കഴുകി നല്ലോണം അതിൻ്റെ കുരുവൊക്കെ കുറേ കളഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് മുറിക്കണമെന്ന് ഞാൻ കാണിക്കാം. ഇപ്പോൾ കണ്ടോ ഞാനിതെങ്ങനെ മുറിച്ചിരിക്കണമെന്ന്. ഇതിനെ ഓരോന്നിനെയും 2 ആക്കി എന്നിട്ട് നീളത്തിൽ മുറിച്ചു. ഇത് നല്ല നീളമാണ് കേട്ടോ. ഞങ്ങൾ അവിടെ ഞാൻ ബാംഗ്ലൂരിലപ്പോൾ കണ്ടിരിക്കണം, ഇത്ര നീളത്തിലുള്ളത് കണ്ടില്ല, കാണാതെയാണ്. നമ്മുടെ നാട്ടിൽ ഇത്ര നീളത്തിലാണ് കാണുന്നത്. ഞാനിതിനെ അങ്ങനെ എന്നിട്ട് ഇത് കുറച്ച് ഘനമില്ലാതെ മുറിക്കണം. എന്താ അറിയോ, വഴുതിരിങ്ങയുടെ കൂടെ ഇടുന്ന സമയത്ത് വഴുതിരിങ്ങ വേഗം വേകുന്നതാണ്. അപ്പോൾ ഞാനിത് വളരെ നല്ല സണ്ണായിട്ടാണ് കേട്ടോ അത് മുറിക്കണേ. ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും. വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. കൂടുതലായിട്ട് മസാലകളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇപ്പോൾ ഇതൊരു 5 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കണേ. ഒരു 2 വലിയ പച്ചമുളക്. ഇതിനെ ഞാനിങ്ങനെ വേഗം ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ചെറിയ ഉള്ളിയാണ് വളരെ നന്നായിരിക്കുക. എന്താ വെച്ചാൽ ഈ വലിയ ഉള്ളി ഇടുമ്പോൾ വഴുതിരിങ്ങ അല്ലെങ്കിൽ തന്നെ ഒരു വേഗം ഇങ്ങനെ സോഫ്റ്റായി പോകുന്നൊരു സാധനമാണല്ലോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 വെളുത്തുള്ളി. ഇത് ഞാൻ തൊലിയോട് കൂടിയിട്ടാണ് എടുത്തിരിക്കണം. കഴുകി ഞാനത്, എന്നിട്ട് ഞാനിതിനെ ഇങ്ങനെ ഒന്ന് ചതച്ചിട്ട് ഇങ്ങനെ മുറിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കര ഒരു മണമാണ്. ഈ വെളുത്തുള്ളി ആഡ് ചെയ്യുമ്പോഴൊക്കെ ഞാനിങ്ങനെ കത്തി കൊണ്ട് ഇതിനെ ഒന്നിങ്ങനെ സ്മാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. ഈ തൊലി ഈ വെളുത്തുള്ളിക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്, ഇതിന് എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കും. കണ്ടോ, ഇതിങ്ങനെ ഞാൻ ഒരു 4-5 വെളുത്തുള്ളി. ഇതിപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ എണ്ണ ചേർക്കണം. ഇപ്പം ഞാൻ 1 ടീസ്പൂണാണ് ചേർക്കണം. ഇനി വേണമെന്ന് നോക്കിയിട്ട് ചേർക്കും കേട്ടോ. ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 3/4 ടീസ്പൂൺ ജീരകം. ഇതൊന്ന് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജീരകമൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി അപ്പം ഞാൻ ഈ വെളുത്തുള്ളി ചതച്ചെടുക്കുകയാണ്. നല്ലൊരു മണം വരുന്നുണ്ട്. ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും നല്ല സ്മെല്ലാണ് വരുന്നത്. ഇനി ഞാനിതിലേക്ക് ചെറിയ ഉള്ളി, ഈ ചെറിയ ഉള്ളി ഒന്ന് സോട്ടായി കഴിയുമ്പോൾ ഈ 2 പച്ചമുളകിൻ്റെ എണ്ണം വേണ്ടവർക്ക് കൂട്ടാം. ഞാൻ ഒരുപാട് എരിവ് കഴിച്ചില്ല, അങ്ങനെ ഇതെന്നെ നല്ല എരിവുണ്ടാവും. അപ്പോൾ ഇനി ഇതിൽ ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി ആഡ് ചെയ്യുന്നതാണ് ഈ കോവയ്ക്ക. ഇതൊരു 3 കോവയ്ക്കയാണ്. ഇതിന് ഞാൻ ആദ്യം ഇടുന്ന കാരണം എന്താ വെച്ചാൽ കോവയ്ക്ക് നല്ല വേവുണ്ട്, വഴുതിരിങ്ങയ്ക്ക് അത്ര വേവില്ല. അപ്പോൾ ഇതിനെ ഞാൻ ഹൈ ഹീറ്റിൽ ഒന്ന് നന്നായി സോസ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് സോസ് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാനൊരു 3 മിനിറ്റ് നന്നായി കോവയ്ക്ക് ഈ ഉള്ളി എല്ലാം കൂടിയിട്ട് ഇനി ഞാൻ വഴുതിരിങ്ങയുണ്ട്. ഇതിൽ ഒരു വലിയ വഴുതിരിങ്ങ
നിങ്ങൾക്ക് ഈ വഴുതിരിങ്ങ ആയിരിക്കും കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും ഇതിലേക്ക് വേണ്ടതായ ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞളും കൂടെ ആഡ് ചെയ്യാൻ പോകും. മഞ്ഞൾ ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഹൈ ഹീറ്റിലൊന്നിങ്ങനെ ഇതുണ്ടാക്കി കഴിയുമ്പോൾ എന്താ അറിയോ, ഈ വഴുതിരിങ്ങ നന്നായി ചുരുങ്ങും. ഇത് 1-2 ആൾക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്കിതിൻ്റെ ഒക്കെ എണ്ണം ഡബിൾ ചെയ്യാം. അപ്പം ഞാൻ ഇനി ഇതിനെ ഒന്ന് അടച്ച് വെക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഞാനിതിന് ഒരു ലേശം 2 ടീസ്പൂൺ വെള്ളം ഒഴിക്കാൻ പോകുന്നു. എന്നിട്ട് ഇതിനെ ഞാനൊന്ന് അടച്ച് വെക്കാൻ പോകുന്നു. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എവിടെയെങ്കിലും നമ്മൾ പെട്ടെന്ന് യാത്രയ്ക്കോ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുവിധം വേവെത്തിയിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി ഇത് അടുപ്പിൽ ഞാൻ അടച്ച് വയ്ക്കാൻ പോകണം. എൻ്റെ വഴുതിരിങ്ങ മെഴുക്ക് പുരട്ടി റെഡിയായി. കോവയ്ക്ക എല്ലാം പാകത്തിന് വെന്തു. ഇനി ഒരു 2 മിനിറ്റ് ഇതൊന്ന് നീര് വലിക്കാന്ന് പറയും. അങ്ങനെയല്ലേ ചീനച്ചട്ടിയിൽ കിടന്നിട്ട് പണ്ട് കാലത്തൊക്കെ കനലിൻ്റെ മുകളിൽ ഇങ്ങനെ ഉപ്പേരിയൊക്കെ ഇരുമ്പ് ചീനച്ചട്ടിയിലിട്ടിട്ട് കനലിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പണ്ട് തറവാടുകളിലൊക്കെ ഈ വറുത് കത്തിച്ചിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് നീര് വലിയട്ടെ എന്ന് പറയും. അപ്പോൾ അതിനൊരു അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഗ്യാസിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് 2 മിനിറ്റ് നീര് വലിയട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഉപ്പേരി മുഴുക്ക് പുരട്ടി നല്ലോണം റെഡിയായി. ഞാനിത് ഓഫ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, ഞാൻ നല്ലോണം നീര് വലിഞ്ഞു. ഓഫ് ചെയ്യാണ്. ഇനി ഞാനിതിൻ്റെ സെർവിങ് ഡിഷിലേക്ക് മാറും. ഇപ്പോൾ എൻ്റെ മുഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഈ 2 പച്ചമുളക് ആഡ് ചെയ്ത് തന്നെ ഇതിൽ കൂടുതലാണ് എൻ്റെ അഭിപ്രായത്തിൽ. എന്താ വെച്ചാൽ മുളകിന് നല്ല എരിവുണ്ട്. ഇത് സിമ്പിളായിട്ട് 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പോൾ ഇനി ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുളക് പൊടി ഇടാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. See you in the next video. It's bye from Sudha Mama.